ഹായ് ഓൾ. ഇന്നത്തെ നമ്മുടെ വിഷയം വാഴ എന്നുള്ളതാണ്. പണ്ടൊക്കെ വാഴ എന്നൊരു വാക്ക് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലോട്ട് വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഫലം തരുന്ന ഒരു വൃക്ഷം അല്ലെങ്കിൽ ഒരു സസ്യം എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. പക്ഷേ പ്രസൻറ്റിൽ വാഴ പല ഉപമകൾക്കുമായിട്ട് ഉപയോഗിക്കാറുണ്ട്. പലപ്പോഴും ഇതിനെ വാഴ വെച്ചാൽ മതിയായിരുന്നു എന്നുള്ളൊരു പറച്ചിൽ തന്നെ നമ്മുടെ നാട്ടിൽ പൊതുവെയുണ്ട്. എന്തുകൊണ്ടാണിത്? കൂടുതലായും ജീവിതത്തിലൊരു വലിയ സക്സസ് കണ്ടെത്താൻ സാധിക്കാത്ത, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു ചേഞ്ചസ് കൊണ്ടുവരാൻ സാധിക്കാത്ത ആളുകളെയൊക്കെ പലപ്പോഴും കളിയാക്കാനൊക്കെ ആയിട്ട് ഈ വാക്ക് ഉപയോഗിച്ച് കാണാറുണ്ട്. അപ്പോൾ ഇത് ശരിയായ ഒരു കാര്യമാണോ? ഒരിക്കലുമല്ല. കാരണം പേരൻറ്റിങ് എന്ന് പറയുന്നത് വളരെ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു കാര്യമാണ്. പക്ഷേ ഈ പേരൻറ്റിങ്ങിനെ വളരെ ലളിതമായിട്ട് മറികടക്കാനായിട്ട് കുട്ടികൾ നൽകുന്ന ഒരു വൈബുണ്ട്. അവർ തരുന്ന ഒരു പോസിറ്റീവ് വൈബ്. ഇപ്പം നമ്മൾ പറയുന്ന ഒരു ചെറുപ്പക്കാരായതിനു ശേഷമാണ് അങ്ങനെ കളിയാക്കുന്നത്. പക്ഷേ അതിനുള്ളിൽ തന്നെ നമ്മൾ അവർക്കൊരു ലൈഫിൽ ചെയ്തു കൊടുക്കേണ്ടതായ എല്ലാ കാര്യങ്ങൾക്കുമുള്ള ഒരു റിവാർഡ് അവർ ഓൾറെഡി ഒരു 10 വയസ്സിനുള്ളിൽ ഒരു പാരൻറ്റിന് കൊടുത്തിട്ടുണ്ട് എന്നത് വളരെ അഭിമാനപൂർവ്വം ഓരോ കുട്ടികൾക്കും പറയാം. ഒന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടികളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് അൺഫിൽറ്റേർഡ് ലാഫർ ആൻഡ് ഇന്നസെൻസ് എന്ന് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു എളിമയുള്ള അതും ഒരു നിഷ്കളങ്കമായുള്ളൊരു ചിരി. നമുക്കറിയാം, ഒരു കുട്ടിയുടെ ചിരി കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലുള്ള ഇപ്പം നമ്മുടെ മക്കളുടെ ചിരി കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും മാറും. അപ്പം നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ വളരെ ഈസി ആയിട്ട് നേരിടാനായിട്ട് അവരുടെ ഒരു പുഞ്ചിരിക്ക് സാധിക്കുന്നു. ഇതൊന്നും ക്യാഷ് കൊടുത്താൽ കിട്ടുന്ന സന്തോഷമല്ലല്ലോ. തീർച്ചയായിട്ടും നിഷ്കളങ്കമായ ഒരു ചിരി നമുക്ക് തരുന്ന പോസിറ്റീവ് വൈബ് അത് വളരെ വലുതാണ്. അതാണ് ഒരു കുഞ്ഞിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു റിവാർഡ് എന്ന് നമുക്ക് പറയാം. മറ്റൊന്നെന്ന് പറഞ്ഞാൽ അൺകണ്ടീഷണൽ ലവ് എന്ന് പറയുന്നതാണ്. എന്താ പറയുന്നത്? ഒരു നിഷ്കാമമായ സ്നേഹം. കുട്ടികളെ നമ്മൾ സപ്പോസ് വഴക്ക് പറയുന്നത് വെച്ചാൽ, വഴക്ക് പറഞ്ഞു ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ അവർ വീണ്ടും നമ്മുടെ അടുത്തേക്ക് വരും. അവർക്കങ്ങനെ കുശുമ്പോ കാര്യങ്ങളോ അങ്ങനെ മനസ്സിൽ വെച്ച് പെരുമാറുക പറഞ്ഞു അതവരപ്പം തന്നെ വിട്ടു. അവർ വന്നിട്ട് നമ്മളോട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് ഇടപെടും. നമ്മളവരെ ഒന്ന് കളിക്കാൻ വിളിച്ചാൽ മതി, അവർ പെട്ടെന്ന് വരും. നമ്മളോട് കളിക്കാനൊക്കെ അവർ കൂടും. അവർക്ക് വളരെയധികം സന്തോഷമാണ്. അല്ലെങ്കിൽ പുറത്ത് പോകാമെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ അവർ പണക്കൊക്കെ മാറ്റി അവർ നമ്മുടെ കൂടെ വരും. അവർക്ക് ഒരു കണ്ടീഷനൊന്നുമില്ല, എന്നോട് അങ്ങനെ ചെയ്താൽ മാത്രമേ ഞാൻ ഇങ്ങനെ സ്നേഹിക്കത്തുള്ളൂ, അല്ലെങ്കിൽ എന്നോട് അങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെയൊന്നും ഇല്ല. അൺകണ്ടീഷണൽ ലവ് അതാണ് നമുക്ക് ലഭിക്കുന്ന മറ്റൊരു ഒരുപാട് മറ്റു പലരിൽ നിന്നും, അല്ലെങ്കിൽ കുറേ വളർന്നു കഴിഞ്ഞാൽ അവരിൽ നിന്ന് പോലും ചിലപ്പോൾ നമുക്ക് ലഭിക്കാത്ത ഒരു റിവാർഡാണത്. പിന്നെ ഉള്ള ഒരു റിവാർഡ് കുട്ടികളിൽ നിന്ന് ലഭിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, സെൻസ് ഓഫ് വണ്ടർ ആൻഡ് ക്യൂരിയോസിറ്റി. അവർ എന്താ പറയുന്നത്, എല്ലാ കാര്യങ്ങളും ഒരു ക്യൂരിയോസിറ്റിയോടെയാണ് കാണുന്നത്. ഇതെന്താ അങ്ങനെ. ഇപ്പോൾ ഒരു ബട്ടർഫ്ലൈ കണ്ടു കഴിഞ്ഞാൽ അവർ ഭയങ്കര സന്തോഷത്തോടെ അതിൻ്റെ പുറകെ ഓടും അല്ലേ. എല്ലാത്തിനോടും ഒരു ക്യൂരിയോസിറ്റിയാണ്. അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. അതിനപ്പുറം അവർ പറയുമ്പോഴാണ് പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കുന്നത്. ഇതെങ്ങനെ അതെങ്ങനെ എന്നുള്ള കാര്യങ്ങൾ പല ചോദ്യങ്ങളും ചോദിക്കുമ്പോൾ നമ്മളെ ഒരു ചിന്തയുടെ, ഒരു വളരെ ഓപ്പണായിട്ടുള്ള ഒരു ചിന്തയുടെ പാതയിലേക്ക് നയിക്കാനായിട്ട് കുട്ടികളെ കൊണ്ട് സാധിക്കുന്നു. അത് നമുക്ക് അവരിൽ നിന്ന് കിട്ടുന്ന ഒരു റിവാർഡാണ്. പിന്നെ ഉള്ളത് സെലിബ്രേറ്റിംഗ് മൈൽ സ്റ്റോൺസ്. അവരുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ മൈൽ സ്റ്റോൺസ് നമുക്കുള്ളൊരു സെലിബ്രേഷനാണ്. ഇപ്പോൾ പറയുകയാണെങ്കിൽ, ഒരു കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ ആദ്യമായിട്ട് കമന്ന് വീഴുന്നത് പോലും നമുക്ക് വളരെ സന്തോഷമാണ്. അത് കഴിഞ്ഞ് ആദ്യത്തെ ചുവട് വയ്ക്കുന്നത്, ആദ്യത്തെ വാക്ക് സംസാരിക്കുന്നത്, അമ്മയെന്നോ അച്ഛനെന്നോ വിളിക്കുന്നത്, ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ വളരെയധികം അതനുഭവിച്ചിട്ടുള്ളവർക്ക് മാത്രം മനസ്സിലാകുന്നൊരു വികാരമാണ്. അപ്പോൾ ഇതൊക്കെ ആ ഒരു മൊമെൻ്റൊക്കെ തരുന്ന ഒരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് കാശ് കൊടുത്താലും അത്ര ഒരു ഹാപ്പിനെസ് നമുക്ക് കിട്ടത്തില്ല. കുട്ടികളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അവരുടെ ഒരു മൈൽ സ്റ്റോൺ, അവരുടെ ആദ്യത്തെ ദിവസം, അവരുടെ സ്കൂളിലേക്കുള്ള ആദ്യത്തെ ദിവസം, അതിനുശേഷം ക്ലാസ് വിട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മളവിടെ അവർ വരാൻ വേണ്ടിയിട്ട് നോക്കി നിൽക്കുന്ന ആ ഒരു മൊമെൻറ്റ്, അവർ ഓടി വരുന്ന ഒരു മൊമെൻറ്റ്, അതൊക്കെ ഒന്ന് ജസ്റ്റ് വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പോലും നമുക്ക് ഒരു ഹാപ്പിനെസ്സാണ് എത്ര വർഷം കഴിഞ്ഞാലും അല്ലേ. അതാണ് മറ്റൊരു പോസിറ്റീവ് തിങ്ക്
വാട്ട് വി ഗെറ്റ് ഫ്രം ചിൽഡ്രൻ. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർഡ് മെമ്മറീസാണ്. അവരുടെ കൂടെ നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ള സമയങ്ങൾ, അവർ നമുക്ക് തന്നിട്ടുള്ള നല്ല മെമ്മറീസ്, അതൊക്കെ നമ്മൾ നല്ല മെമ്മറീസാണ് നമുക്ക് പിന്നെയും പിന്നെയും സന്തോഷം തരുന്നത്, അല്ലേ? നല്ലൊരു മെമ്മറി ക്രിയേറ്റ് ചെയ്യാനായിട്ട് കുട്ടികൾ നമ്മളെ വളരെയധികം സഹായിക്കാറുണ്ട്. അത് നമുക്ക് കുട്ടികളിൽ നിന്ന് കിട്ടുന്ന മറ്റൊരു റിവാർഡാണ്. അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പോണ്ടേനിയസ് അഫെക്ഷൻ. അവർ അൺഎക്സ്പെക്റ്റഡായിട്ട് അവരുടെ അഫെക്ഷൻ അവർ എക്സ്പ്രസ് ചെയ്യും. പെട്ടെന്ന് നമ്മൾ നിൽക്കുമ്പോഴേക്കും ഓടി വന്ന് നമ്മളെ ഹഗ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഉമ്മ തരിക, അതല്ലെങ്കിൽ അവരുടേതായ രീതിയിൽ ഒരു പേപ്പറിനകത്ത് എഴുതിയിട്ട് ഐ ലവ് യു എന്നൊക്കെ എഴുതിയിട്ട് കൊണ്ടു തരിക, അല്ലെങ്കിൽ ചെറിയ പിക്ചറുകളൊക്കെ വരച്ച് ചെറിയ കാർഡ് പോലെയൊക്കെ ഉണ്ടാക്കി തരിക. അതൊക്കെ നമുക്ക് കാശ് കൊടുത്ത് മേടിക്കുന്ന ഒരു കാർഡിൽ നിന്ന് പോലും നമുക്ക് അത്രയും സന്തോഷം കിട്ടത്തില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ ചെയ്യുന്നത് അത് വളരെ മനോഹരമൊന്നും ആയിരിക്കത്തില്ല, പക്ഷേ നമുക്കത് തരുന്ന ഒരു പോസിറ്റീവ് വൈബ് ആൻഡ് ഹാപ്പിനെസ് നമ്മുടെ ജീവിതത്തിലെ പല ടെൻഷൻസിനെയും മറികടക്കാനായിട്ട് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ തിരഞ്ഞെടുക്കാമായിരുന്ന പല തെറ്റായ തീരുമാനങ്ങളിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്തിയിട്ടുള്ളത് കുട്ടികളുടെ പ്രസൻസാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു ചിരിയാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു വാക്കാണ്. അതുപോലെ അവർ നമ്മളെ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്, ലീവ് ഇൻ ദ മൊമെൻറ്റ്. അവർ ആ ഒരു മൊമെൻറ്റിലാണ് ജീവിക്കുന്നത്, ഇല്ലേ? അവർക്ക് സന്തോഷം വരുമ്പോൾ അവർ സന്തോഷം കാണിക്കും, സങ്കടം വരുമ്പോൾ സങ്കടം കാണിക്കും. അവർക്ക് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ എൻജോയ് ചെയ്യും. അതല്ല, ആ ഒരു മൊമെൻറ്റിൽ. അത് കഴിഞ്ഞാൽ അതവർ വിട്ടു, അല്ലേ? അവർക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ ദേഷ്യം കാണിക്കും, അത് കഴിഞ്ഞാൽ പിന്നെ സ്നേഹമായിരിക്കും. അപ്പോൾ അവർ ആ ഒരു മൊമെൻറ്റിലെങ്കിലും ജീവിക്കുക. അല്ലാതെ മുമ്പേ എന്നെ വഴക്ക് പറഞ്ഞു, കുറച്ച് മുമ്പ് എന്നെ അടിച്ചായിരുന്നു, അതൊന്നും അവർ ഓർത്തുകൊണ്ടിരിക്കത്തില്ല. തൊട്ടടുത്ത മൊമെൻറ്റിൽ തന്നെ അവരതെല്ലാം മറന്നിട്ട് വീണ്ടും പുതിയ പുതിയ ആ മൊമെൻറ്റിൽ എന്താണോ അവർക്ക് ചെയ്യാൻ സാധിക്കുന്നത് അതിലേക്ക് അവർ പോകും. അത് മറ്റൊരു റിവാർഡാണ് നമുക്ക് അവരിൽ നിന്ന് കിട്ടുന്നത്. വേറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഇൻസ്പിരേഷനുള്ളൊരു സോഴ്സാണ്. സോഴ്സ് ഓഫ് ഇൻസ്പിരേഷൻ എന്ന് പറയും കുട്ടികൾ, അല്ലേ? അവരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ വളരെ ഗ്ലൂമി ആയിട്ടിരിക്കുവാണെങ്കിലും അവർ അട്രാക്റ്റീവ്, അവർ എന്താ പറയുന്നത്, കുറച്ച് എനർജറ്റിക് ആണെങ്കിൽ നമ്മളും എനർജറ്റിക് ആവും. നമുക്ക് ഒരുപാട് ടെൻഷനുള്ളതാണ്, പക്ഷേ അവരുടെ കൂടെ ടൈം അങ്ങോട്ട് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, എല്ലാം മാറ്റി വെച്ച് ടൈം സ്പെൻഡ് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ടെൻഷൻസും നമുക്ക് മറികടക്കാനായിട്ട് വേണ്ടി അവർ തരുന്ന ഒരു ഇൻസ്പിരേഷൻ, അതാണ് മറ്റൊരു ബെനഫിറ്റ്. പിന്നെ അവസാനമായിട്ട് പറയാനുള്ളത്, അവർ എന്താ ചെയ്യുന്നത്, ഫാമിലി ബോണ്ട്സ് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു എലമെൻ്റാണ്, ഘടകമാണ്. ഫാമിലിയിലുള്ള ഒരു ബന്ധം വളരെ ഊഷ്മളമായിട്ട് നിലനിർത്താനും ശക്തമായിട്ട് നിലനിർത്താനും കുട്ടികൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നമ്മളൊരു ഫാമിലി ബോണ്ടിങ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അവർ നമ്മളോടൊപ്പം ഉള്ളപ്പോൾ പല കാര്യങ്ങളും നമ്മൾ വേണ്ട എന്ന് വെക്കും, അനാവശ്യമായ കാര്യങ്ങൾ വേണ്ടാന്ന് വെക്കും, വഴക്കുകൾ വേണ്ടാന്ന് വെക്കും, കോംപ്രമൈസായിട്ട് മുന്നോട്ട് പോകും. കാരണം പാർട്ട്നേഴ്സിനിടയിൽ ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് കുട്ടികളെയാണ് ബാധിക്കുന്നതെന്ന് ബുദ്ധിയുള്ള പാർട്ട്നേഴ്സ് അത് മനസ്സിലാക്കും. അവർ എത്രയും പെട്ടെന്ന് തന്നെ ഇഷ്യൂസൊക്കെ സാധാരണമാണ്, പക്ഷേ അവർ എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്യുകയും ആ ഒരു ഫാമിലി ബോണ്ടിലേക്ക് കൊണ്ടെത്തുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാശ് കൊടുത്താൽ കിട്ടാത്ത ഒരുപാട് റിവാർഡ് കുട്ടികൾ നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. അവർക്ക് നല്ല ഒരു പാത പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അവരുടെ ജീവിതം സക്സസ്ഫുള്ളായിട്ട് തീരും. അതിനുള്ളൊരു സെക്കൻഡ് വീഡിയോ വരുന്നുണ്ട്, എങ്ങനെ നമുക്ക് കുട്ടികളെ സക്സസ്ഫുള്ളാക്കി എടുക്കാമെന്നുള്ളത്. പക്ഷേ നിങ്ങളെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നതിൽ നിങ്ങളെ ആരെങ്കിലും ഇങ്ങനെ കളിയാക്കുന്നവരുണ്ടെങ്കിൽ അവർക്കിത് തീർച്ചയായിട്ടും അയച്ചു കൊടുക്കണം. ഇനി അഥവാ നിങ്ങളുടെ പേരൻസ് ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ മുഖത്ത് നോക്കിയിട്ട് പറയാം, അച്ഛാ സ്മരണ വേണം, സ്മരണ എന്ന്. ഓക്കെ, തീർച്ചയായിട്ടും ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം. നല്ലൊരു ടോപ്പിക്കാണ്. വീണ്ടും കാണുമായിരിക്കും. ബൈ ബൈ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റ്സ്, ഈ വീഡിയോയെക്കുറിച്ചുള്ള കമൻറ്റ്സ് തീർച്ചയായിട്ടും നിങ്ങൾ രേഖപ്പെടുത്തണം. പിന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, വീണ്ടും അടുത്ത വീഡിയോ കാണും വരെ ബൈ ബൈ.